മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മുടങ്ങാതെ ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബമായും അല്ലാതെയുമൊക്കെ വ്യക്തിപരമായും ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. ഒത്തിരി അനുഗ്രഹത്തോടെ ശുശ്രൂഷ നടക്കുന്ന ഒരു ദിവസമാണ് ഇവിടെ. ഇന്ന് ധാരാളം ആളുകൾ ഒരുമിച്ച് വരും, സന്തോഷത്തോടെ പ്രാർത്ഥിക്കും, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആവശ്യങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർക്കുവാണ്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ: ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരികയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥന ഓരോ അനുഗ്രഹമായി മാറുന്നുണ്ട്. ഈ പ്രാർത്ഥനയാ പലരുടെയും ജീവിതം മുന്നോട്ട് നയിക്കാൻ കാരണമാകുന്ന ഒരു ശക്തി. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം ഒന്ന് കേൾക്കുവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യൻ. നമ്മൾ ചിലരെക്കുറിച്ച് പറയുന്ന വാക്കാ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അയാൾ അത്ര നല്ല മനുഷ്യനല്ലെന്ന് തോന്നുന്നു. ഇത് രണ്ടും നമ്മൾ പറയാറുള്ള വാക്കുകളാണ്. ഇപ്പോൾ ബൈബിൾ പറയുകയാണ് നല്ല മനുഷ്യൻ. നമ്മൾ ചിലരൊക്കെ മരിക്കുമ്പോൾ പറയും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. നമ്മളങ്ങനെ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ പറയാറുണ്ട്, നാട്ടിൽ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരോട് ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയും നല്ല മനുഷ്യനാ, വിശ്വസിക്കാം, പുള്ളി ഒരു നല്ല മനുഷ്യനാ. നമുക്കൊരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്തൊന്ന ഈ വാക്ക് നല്ല മനുഷ്യൻ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഈ നല്ല മനുഷ്യനാകാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നല്ല മനുഷ്യനാകാൻ. നല്ല മനുഷ്യരെപ്പോഴും ആരെയും കളിയാക്കില്ല, ആരെയും പരിഹസിക്കില്ല, ആരെക്കുറിച്ചും അപവാദം പറയുകയില്ല, ആരെക്കുറിച്ചും കുറ്റം പറയില്ല, ഇല്ലാ വചനങ്ങൾ പറയില്ല, തകർക്കുന്ന വാക്കുകൾ പറയില്ല, നശിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല, വഴക്കുണ്ടാകുന്ന കാര്യത്തിന് തുടക്കമിടാനൊന്നും പോവില്ല, നെഗറ്റീവായ കാര്യങ്ങളൊന്നും പറയില്ല. നല്ല മനുഷ്യൻ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു ആവശ്യമായ കാര്യമാണ്. നല്ല മനുഷ്യൻ അനാവശ്യ കാര്യങ്ങളൊന്നും പറയേല. നല്ല മനുഷ്യൻ അനാവശ്യ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ അനാവശ്യമാണ്. അനാവശ്യമായ വാക്കുകൾ പറയരുത്. എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്. അനാവശ്യ കാര്യങ്ങൾ പറയുമ്പോൾ പിശാചിന്, ദുഷ്ടശക്തിക്ക് കടന്നു വരാനുള്ള വാതിലും വഴിയും നമ്മളായിട്ട് തുറന്നു കൊടുക്കുവാണ്. അനാവശ്യ കാര്യങ്ങൾ പറയുമ്പോൾ, ആവശ്യമില്ലാതെ കുറ്റം പറയുമ്പോൾ, ഏഷണി പറയുമ്പോൾ, ഇല്ലാവചനം പറയുമ്പോൾ, മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ, നമ്മൾ മനസ്സിൽ തോന്നുന്നതൊക്കെ പറയുമ്പോൾ, ആവശ്യമില്ലാതെ വിമർശിക്കുമ്പോൾ, തകർക്കുന്ന വാക്ക് പറയുമ്പോൾ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന വാക്ക് പറയുമ്പോൾ, തമ്മിലടിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ, നമ്മൾ സത്യത്തിൽ പിശാചിന് കയറി വരാനുള്ള വാതിലും ജനലുമൊക്കെയാണ് തുറക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ പിശാച് പിടിമുറുക്കുമെന്നാണ് പറഞ്ഞു.
പിടിമുറുക്കും, ഇത്തിൽ കണ്ണി പോലെ പിടിമുറുക്കും. എന്നാൽ നല്ല വാക്കുകൾ നമ്മൾ പറഞ്ഞാലോ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം. വിശ്വാസത്തിൻ്റെ വാക്ക്, നല്ല വാക്കൊക്കെ പറയുമ്പോണ്ടല്ലോ, ആ പറയുന്ന വാക്കിനെയും ആ പറയുന്ന വ്യക്തിയെയും ദൈവം ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. ദൈവം സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. ആ പറയുന്ന വാക്ക്, ഇപ്പോൾ ഒരാൾ ദൈവത്തിൽ വിശ്വസിച്ച് പറയുവാന്നിരിക്കട്ടെ, നീ അനുഗ്രഹിക്കപ്പെടും, നീ മിടുക്കനാകും, നിനക്ക് നല്ലൊരു ജോലി കിട്ടും, നിൻ്റെ ജീവിതം ഭംഗിയാകും, നല്ലൊരു ഭാവിയുണ്ട്, നിനക്ക് നല്ലൊരു തുടക്കം ദൈവം തരും. നമ്മളങ്ങനെ ഹൃദയത്തിൻ്റെ നന്മയിൽ നിന്ന് നല്ല വാക്കാണ് പറയുന്നത്, വിശ്വാസത്തോടെ പറയുന്നതെന്നിരിക്കട്ടെ, ആ വാക്കിനെ ദൈവം ഏറ്റെടുക്കും. ആ പറയുന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നല്ല മനുഷ്യൻ ഹൃദയത്തിൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് തൊട്ട് തീരുമാനിക്കുവാണ്, നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ആരെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. നമ്മളെല്ലാവരെക്കുറിച്ചും നന്മ പറയുക. ചിലർ പറയില്ലേ, നീ മണ്ടന, നീ വെറും ഒരു പൊട്ടന, നിനക്കൊരു കഴിവുമില്ല, നിൻ്റെ തലവട്ടം കണ്ടപ്പോൾ തൊട്ടാ ഈ കുടുംബം തകരാൻ തുടങ്ങിയേ. ഇങ്ങനെ പറഞ്ഞിട്ട് അത് കുറേ കൂടെ മനുഷ്യൻ തകർന്നു പോവുകയുള്ളൂ. പറയുന്ന വ്യക്തിക്ക് എന്ത് ഒരു ഗുണമില്ല, ആ വ്യക്തിയിൽ പിശാച് കൂടുതൽ പിടിമുറുക്കത്തേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയണം, നീ ഒരു അനുഗ്രഹമാണ്, നീ മിടുക്കനാകും, നിനക്കൊരു നല്ല ഭാവിയുണ്ട്, ഞാൻ നിന്നെ ദൈവനാമത്തിൽ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ദൈവനാമത്തിൽ അംഗീകരിക്കുന്നു, നിന്നെ ദൈവം ഈ ഭവനത്തിന് തന്നൊരു അനുഗ്രഹമാ, സമ്മാനമാ, നീ ജീവിതത്തിൽ കയറി വരും. മനസ്സുകൊണ്ട് നന്മ കൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറ. അത് അനുഗ്രഹമായിട്ട് മാറാൻ തുടങ്ങും, അത് അനുഗ്രഹമായിട്ട് മാറും. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, അനുഗ്രഹത്തിൻ്റെ സമയങ്ങളുണ്ടാകട്ടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് പറയരുത് ആരെക്കുറിച്ചും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാലോ കേട്ടാലോ ദൈവത്തോട് പ്രാർത്ഥനയിൽ പറയുക, ദൈവമേ അത് ക്രമീകരിക്കണം, അത് ക്രമപ്പെടുത്തണം, ആ പ്രശ്നം പരിഹരിക്കണം. നന്മ പറയുക. പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പറയേണ്ടവരോട് പറയേണ്ട പോലെ പറയുക. അല്ലാതെ അല്പം ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെയാ ഇങ്ങനെയാ അവിടെ അങ്ങനെയാ ഇവിടെ ഇങ്ങനെയാ കുറവുകൾ പറയരുത്. നന്നായിട്ട് പോകുന്നു. ആ വ്യക്തി എങ്ങനെയുണ്ട്? നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഒന്നും മുടക്കരുത്. സ്ഥല കച്ചവടം, കല്യാണം, ഒരാൾക്ക് ലഭിക്കാനുള്ള നന്മ ഒന്നും മുടക്കരുത്. നമ്മൾ പലതും മുടക്കും. നമുക്കൊരു കുഞ്ഞ് സന്തോഷമൊക്കെ തോന്നുമായിരിക്കാം മുടക്കുമ്പോൾ. പക്ഷേ ഒരു 10 വർഷത്തേക്കുള്ള അനുഗ്രഹമാണ്. നമ്മളൊരാളുടെ ജീവിതത്തിലെ നന്മ മുടക്കുമ്പോൾ 10 വർഷത്തേക്കുള്ള അനുഗ്രഹമാണ്, നമ്മുടെ ജീവിതത്തിലേക്കുള്ള അനുഗ്രഹമാണ് നമ്മൾ തന്നെ വാഗൊണ്ട് മുടക്കുന്നത്. ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യും, വാഗൊണ്ട് കുറേ മുടക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥന ഫലമാകത്തില്ല. ഒരാളുടെയും നന്മ മുടക്കരുത്, ഒരാളുടെയും ഐശ്വര്യം മുടക്കരുത്. ഒരാൾക്ക് ലഭിക്കേണ്ട നന്മയെ നമ്മളായിട്ട് മുടക്കാൻ നിൽക്കില്ലേ. നന്നായിട്ട് നടക്കട്ടെ, സന്തോഷമായിട്ട് പോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ല ജീവിതം ഉണ്ടാകട്ടെ. നമ്മളെന്തിനു മുടക്കണം? നമ്മൾ മുടക്കിയാൽ മുടങ്ങും. പക്ഷേ നമ്മളൊരാളുടെ ജീവിതത്തിലെ ഒരു നന്മയെ മുടക്കിയാൽ, ഒരു കല്യാണം മുടക്കിയാൽ, ഒരു സ്ഥലക്കച്ചവടം നമ്മളായിട്ട് മുടക്കിയാൽ നമുക്കൊരു 10 വർഷം ലഭിക്കാനുള്ള അനുഗ്രഹം മുടങ്ങിപ്പോകുന്ന അനുഭവസ്ഥരായ ഒരാൾ പറഞ്ഞത്. ശരിയോ തെറ്റോ എന്നെനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. ആരുടെയും ഒരു നന്മയും മുടക്കരുത്. ആരുടെയും. അത് നമ്മളോട് ഇഷ്ടമില്ലാത്ത ആളാകട്ടെ, ഇഷ്ടമുള്ള ആളാകട്ടെ, എതിർക്കുന്ന ആളാകട്ടെ, എതിർക്കാത്ത ആളാകട്ടെ, ആരുടെയും നന്മ മുടക്കരുത്. എല്ലാവർക്കും നന്മ വരട്ടെ, സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ, സമാധാനമായിട്ട് ജീവിക്കട്ടെ, ആ കല്യാണം നല്ല രീതിയിൽ നടക്കട്ടെ, അവർ ആ സ്ഥലമൊക്കെ വിറ്റ് ആ ബാധ്യതകളൊക്കെ തീർത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കട്ടെ. നമ്മളായിട്ട് എന്തിനു മുടക്കാൻ പോകണം? പ്രാർത്ഥിക്കുന്ന നമ്മളിന്ന് തീരുമാനിക്കുക, നല്ല മനുഷ്യനാവുക. ഒരുപാട് കോടാനുകോടി പൈസയുള്ളതിനേക്കാൾ, കോടാനുകോടി പൈസയുള്ള ഒരാളാണെന്ന് വേറൊരാൾ പറയുന്നേക്കാൾ നല്ലതാ പുള്ളി ഒരു നല്ല മനുഷ്യനാകട്ടോ എന്ന് നമ്മൾ കേൾക്കുന്നത്, പറയുന്നത്. അതൊരു സമ്പത്താണ്. നല്ല മനുഷ്യൻ
ഹൃദയത്തിലെ നന്മ കൊണ്ട് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കും. നല്ലത് പറയും, അനുഗ്രഹമാവും, നീ രക്ഷപ്പെടും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്കൊരു ഭാവിയുണ്ട്, നിൻ്റെ കുടുംബത്തിൽ നല്ലൊരു തുടക്കം ദൈവം ഇടും. പറയണം, പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കാര്യം അറിയിക്കട്ടെ, ഈ ജൂൺ മാസം 2-ാം ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് സിസ്റ്റേഴ്സിനായി അരമണിക്കൂർ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക്, 7 മണി മുതൽ 7:30 വരെ. ആഗ്രഹിക്കുന്നെങ്കിൽ പങ്കെടുക്കാൻ. നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും സിസ്റ്റേഴ്സോ സമർപ്പിതരോ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ മനസ്സ്, സ്വാതന്ത്ര്യം, സന്തോഷം ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നതിൽ അവർ ഓക്കെ ആണെങ്കിൽ പങ്കെടുക്കുക. നിങ്ങളെ ഒരു അറിയിപ്പായിട്ട് പറയുവാണ്. 2-ാം ശനിയാഴ്ച, ജൂൺ മാസം 2-ാം ശനിയാഴ്ച വൈകുന്നേരം 7 മണി, ഇന്ത്യൻ സമയം 7 മണി തൊട്ട് 7:30 വരെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ, യാത്രകളിലുണ്ടായിരിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഇന്ന് കേട്ട ഈ വചനം നിങ്ങൾക്ക് ശക്തിയാകട്ടെ, പ്രചോദനമാകട്ടെ, ഒരു പുതിയ തുടക്കമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല മനുഷ്യരാകാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് വേറൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ലൊരു മനുഷ്യനാവുക. നല്ലൊരു മനുഷ്യൻ്റെ അകത്ത് ദൈവത്തിന് സ്ഥാനമുണ്ട്. നല്ലൊരു മനുഷ്യൻ്റെ അകത്ത് അനുഗ്രഹത്തിന് സ്ഥാനമുണ്ട്. നല്ലൊരു മനുഷ്യൻ്റെ അകത്ത് നല്ല വാക്കുകൾ വരും. ആ വാക്കിൽ ഒത്തിരി തുടക്കങ്ങളുണ്ടാവും. ദൈവം അനുഗ്രഹിക്കും. താമസിക്കാൻ നല്ല ഭവനം ഉണ്ടാകട്ടെ, സഞ്ചരിക്കാൻ നല്ല വാഹനം ഉണ്ടാകട്ടെ, ഭക്ഷിക്കാൻ നല്ല ആഹാരമുണ്ടാകട്ടെ, സമാധാനമുള്ള കുടുംബാന്തരീക്ഷമുണ്ടാകട്ടെ, ദീർഘായുസ്, നല്ല ആരോഗ്യമുണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. അനിഷ്ട സംഭവങ്ങൾ മാറിപ്പോകട്ടെ. പരിക്കുകൾ മാറിപ്പോകട്ടെ. സമാധാനമുള്ള സ്വസ്ഥതയുള്ള അന്തരീക്ഷമുണ്ടാകട്ടെ. ശരീരത്തിൻ്റെ അകവും പുറവും ദൈവം സൂക്ഷിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. നാദി വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയുണ്ട്. നിങ്ങളെ ഓർക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സാധ്യം എല്ലാവരെയും അറിയിക്കുക, കൊടുക്കുക. നാളെയും 5:30, നാളെ ശനിയാഴ്ചയാണ്, 5:30 ഒരുമിച്ച് വചനം കേൾക്കണം. ഒരുമിച്ച് വചനം കേൾക്കുന്നത് വരെ, കാണുന്നത് വരെ, ഒരുമിച്ച് ആകുന്നത് വരെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ആമേൻ.